ഗൾഫ് ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് നമ്മുടെ നാട്ടിൽ ഉള്ള ഒരുപാട് അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഉപ്പ ഒരു പ്രവാസിയായിരുന്നു, ഒരു 3-4 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ഓർമ്മ വെച്ച നാൾ മുതൽക്ക് തന്നെ ഗൾഫ് പ്രവാസവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും നിരന്തരമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ പ്രവാസ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. കേരളത്തിന്റെ നല്ലൊരു വിഭാഗം ജനസമൂഹം ഇവിടെയുണ്ട്. ഇവരെ നല്ലൊരു ശതമാനം എഴുത്തുകാരും മറക്കുകയാണ്. തീർച്ചയാണ്. കാരണം മൊത്തം കേരളത്തിന്റെ 1/3 ആളുകൾ കേരളത്തിന് പുറത്താണ്. ഇപ്പം മദ്രാസിയിൽ, ഡൽഹിയിൽ, ബോംബെയിൽ ഒക്കെ ആയിട്ട് നമ്മുടെ രാജ്യത്തിനകത്തുള്ള വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ, പിന്നെ പുറത്ത് ഗൾഫിൽ, മുഖ്യമായിട്ടും ഗൾഫ്, യൂറോപ്പ്, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഒരുതരം പലായന ജീവിതം നയിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ആ സമൂഹത്തിന് വേണ്ടത്ര ഒരു പരിഗണന സാഹിത്യത്തിലും മറ്റ് കലാരൂപങ്ങളിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് കാര്യമായിട്ട് സംശയമുണ്ട്. കാരണം ഗൾഫുകാരന്റെ പണം മാത്രം മതി, ഗൾഫുകാരനെ വേണ്ട എന്നുള്ള ഒരു സമീപനം സ്വാഭാവികമായിട്ടും ഉണ്ട്. അത് നമ്മൾ എത്ര നിശ്ചയിച്ചാലും അതിനകത്ത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ ഒന്നും ഈ പ്രവാസ ജീവിതത്തിന്റെ ഒരു കൃത്യമായ ഒരു അടരുകളിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതിനൊരു കാരണം പലപ്പോഴും നമ്മുടെ വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള എഴുത്തുകാർ ഇവിടെ ഗൾഫിലേക്ക് വരുമ്പോൾ അത്ര വലിയ വലിയ ആളുകളുടെ ഇടയിലൊക്കെ ജീവിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വളരെ സുഖസൗകര്യങ്ങളും മുഖ്യമായിട്ടും നഗരത്തെ കേന്ദ്രീകരിച്ചിട്ട് ഒക്കെ വന്നു പോകുന്ന ആളുകളാണ്. അപ്പം ലേബർ ക്യാമ്പ് പോലെയുള്ള സംഭവത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്, ചില ആളുകളൊക്കെ അത് പോയി കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും എന്തുകൊണ്ട് പ്രവാസം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പലായനം നമ്മുടെ കേരളീയ ജീവിതത്തിൽ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾക്ക് ഇന്നും ഒരു പ്രാധാന്യം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. ഗൾഫിൽ എഴുത്തുകാരുണ്ട് ഒത്തിരി പേര്, ചെറുകഥ, കവിത, അങ്ങനെ നിരവധി പേര് ഇത്തരം സൃഷ്ടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചിലരൊക്കെ തന്നെ വളരെ മനോഹരമായ സൃഷ്ടികൾ നടത്തുന്നവരുമാണ്. അവർക്കൊക്കെ നമ്മുടെ കേരളത്തിലെ സാഹിത്യമണ്ഡലത്തിൽ അർഹമായ പരിഗണന കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും പ്രത്യേക ഒരു സംവരണത്തിൽ മത്സരിക്കേണ്ട ഒരു വിഭാഗമല്ല എഴുത്തുകാർ, കലാകാരന്മാർ. ഇപ്പൊ ഞാൻ ഇന്നതായതുകൊണ്ട് എനിക്ക് ഇത്ര സംവരണം വേണം, അല്ലെ പിന്നെ ഇങ്ങനെ ഇതായതുകൊണ്ട് അങ്ങനെ ആ അർത്ഥത്തിൽ ആവശ്യപ്പെടുന്നതിന് ഒരു ഔചിത്യപൂർണമായ ഒന്നല്ല. അല്ല, ഈ ഒരു പിന്നെ അങ്ങനെ ഒരു പിന്നെ മനോഭാവത്തിന്റെ പിറകിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട്. എഴുത്തുകാരൻ അല്ലെങ്കിൽ കലാകാരൻ അയാളുടെ രചന കൊണ്ട് വേണം അതിനെ മറികടക്കണം. അത്തരത്തിലുള്ള അവഗണനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധയില്ലെങ്കിൽ അതിന്റെ അവഗണനയെ അയാളുടെ പിന്നെ കാവ്യശക്തി കൊണ്ട്, കലാശക്തി കൊണ്ടാണ് അത് മറികടക്കേണ്ടത്. ഒരു സംശയം, നമ്മുടെ സാഹിത്യരംഗത്ത് ഇത്തരത്തിൽ ആരെങ്കിലും മനഃപൂർവ്വം അവഗണിക്കാൻ പറ്റുമോ? ഒരു പ്രതിഭയും പിന്നെ ആ നിലക്ക് കുറെ കാലത്തേക്ക്, ചിലപ്പം കുറച്ചു കാലത്തേക്കൊക്കെ അയാളെ മറച്ചു പിടിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ കുറെ കാലത്തൊന്നും ആരെയും അങ്ങനെ ഉള്ളിൽ കൃത്യമായിട്ട് പ്രതിഭാശാലിത്വമുള്ള ഒരാളെ മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അയാൾ പോലും വിചാരിച്ചാൽ കഴിയില്ല. ആ എഴുത്തുകാരൻ പോലും വിചാരിച്ചാൽ അയാളുടെ എഴുത്തിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. പണ്ടൊക്കെ സാഹിത്യകാരന്മാർ സാമൂഹ്യ പരിഷ്കരണത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. അവർക്കൊക്കെ രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയ പ്രവർത്തനത്തിന് ത്വര, ഇവയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സാമൂഹിക പ്രവർത്തകർ, ഇന്നത്തെ എഴുത്തുകാർ, ഇന്നത്തെ സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ മണ്ഡലവും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു നല്ല ഒരു ബന്ധം. ഇപ്പോൾ സാഹിത്യം രാഷ്ട്രീയത്തിൽ നിന്നും ഉത്തമമായിട്ടൊരു സാഹിത്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ കക്ഷി രാഷ്ട്രീയത്തെയാണ് രാഷ്ട്രീയമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. നമ്മുടെ എല്ലാ സമസ്ത ജീവിത മേഖലകളിലും രാഷ്ട്രീയത്തിന്റെ അംശങ്ങളില്ലാതെ പറ്റില്ല. കാരണം നമ്മൾ സാമൂഹ്യജീവിയാണ്. സാമൂഹ്യജീവിയായിട്ട് നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം അതിനകത്ത് രാഷ്ട്രീയ ജീവിതം ഇല്ലാതെ പറ്റില്ല. അപ്പൊ എത്ര ഒരു മൂന്നാം കിട ഒരു പൈങ്കിളി നോവൽ എഴുതുന്ന പിന്നെ ഒരു എഴുത്തുകാരൻ പോലും അതിനകത്ത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അതിനകത്ത് രാഷ്ട്രീയ സംഗതികൾ കാണാം. അപ്പം ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നിനെ നമുക്ക് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എഴുത്തുകാരൻ ഇപ്പൊ നമ്മളൊക്കെ അറിയാം, നമ്മുടെ പത്രപ്രവർത്തന പാരമ്പര്യം ഒക്കെ തന്നെ ചരിത്രത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രബലപ്പെട്ട് വരുന്നത്.
നമ്മുടെ സാക്ഷരത, നമ്മൾ കേരളത്തിലുള്ള സാക്ഷരത പോലും നമ്മളുണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ പത്രപ്രവർത്തനവും സാഹിത്യവും ഒക്കെ പ്രബലപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ സാഹിത്യ മേഖലയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും സാഹിത്യകാരന്മാർ തമ്മിൽ. അത് ഈ സാഹിത്യ മേഖലയിലുള്ളവർ പണ്ടൊക്കെ വലിയ നമ്മുടെ എല്ലാ മലയാള മനസ്സിലെല്ലാം വലിയ സ്ഥാനം അലങ്കരിച്ചിരുന്നതാണ്. ഈ സ്ഥാനം നഷ്ടമാകുന്നതിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുന്നത് ചിലപ്പോഴൊക്കെ അനാരോഗ്യകരമായ രീതിയിൽ പോകാറുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് അവരുടെ സ്ഥാനം നഷ്ടമാക്കില്ലേ? സംവാദങ്ങൾ വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ വിവാദം ആണ് സംവാദം എന്ന പേരിൽ അരങ്ങേറുന്നത്. വിവാദങ്ങൾ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു സുപ്രഭാതം കൊണ്ട് എൻ്റെ മൊത്തം കരിയർ, എഴുത്തുകാരെന്നുള്ള കരിയർ ഒരു വലിയ ലെവലിലേക്ക് ഉയർത്താൻ പറ്റും. ഞാനൊരു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയിലൊന്ന് സ്പർശിച്ചാൽ മതി. ഞാനിവിടെ ഉദാഹരണം എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ പറയാൻ പറ്റാത്തത്. കാരണം അത് തന്നെ വിവാദമായിട്ട് മാറും. അപ്പൊ സംവാദങ്ങളാണ് നമുക്ക് ആവശ്യം. പക്ഷേ നിലവിൽ വിവാദങ്ങളാണുള്ളത്. അതുകൊണ്ട് പൊതുവെ തന്നെ വളരെ കണ്ടംപററി ആയിട്ടുള്ള സമൂഹത്തിൽ ഈ വിവാദങ്ങൾ ആര് പറയുന്നു, അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് നടക്കുകയാണ് ചെയ്യുന്നത്. ഫലത്തിൽ ആ വിവാദങ്ങൾ ഒന്നും ഉൽപ്പാദിപ്പിക്കാതെ ഇപ്പൊ നമ്മുടെ എല്ലാ സംവാദങ്ങളും ഇത്തരത്തിലുള്ള ബഹളങ്ങൾ ചരിത്രത്തിൽ അല്ല സാംസ്കാരിക രംഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കട്ടൻ തമ്പുരാനുമായിട്ടുള്ള വിവാദങ്ങൾ, ഈ പ്രാസവാദം പോലുള്ള സംഗതി, വൃത്തം വേണം എന്നുള്ള സംഘർഷങ്ങൾ, അത് കഴിഞ്ഞ് പുരോഗമന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ബഹളങ്ങൾ, ഇങ്ങനെ നിരവധി വിവാദങ്ങളൊക്കെ പല കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രത്യുൽപാദന ക്ഷമതയില്ലാത്ത വിധത്തിലുള്ള ഈ വ്യക്തിപരമായ ഈ ചളിവാരി എറിയൽ വളരെയധികം കൂടിയിട്ടുണ്ട്. എഴുത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം ചെറുപ്പത്തിലെ അനുഭവങ്ങളാണോ? ചെറുപ്പം മുതലേ എഴുത്തിൽ താല്പര്യമുണ്ടായിരുന്നോ? അതോ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വെച്ചാണ് എഴുത്തിലേക്ക് വരുന്നത്? എന്റെ കുടുംബത്തിലോ ഒന്നും അങ്ങനെ ആരെങ്കിലും എഴുതുന്നവരോ കാര്യമായി വായിക്കുന്ന ആളുകളൊന്നുമില്ല. അപ്പം കുട്ടിക്കാലത്ത് എനിക്ക് ഇപ്പം ഞാൻ അനുഭവിച്ച ഒരുപാട് ഏകാന്തതകളുണ്ട്. അതിപ്പോൾ എല്ലാം ഒരുപക്ഷെ മിക്ക എഴുത്തുകാർക്കും അത്തരത്തിലുള്ള ഒരു അനുഭവമൊക്കെ അതിന്റെ പിന്നിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ വായന എന്നുള്ള ഒരു രീതിയായിരുന്നു ഞാൻ കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്നത്. പിന്നെ ഒരു കഥകൾ പറയാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം കൂട്ടുകാരോടൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അക്ഷരങ്ങളാണ് ഏറ്റവും വലിയൊരു